മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു, പക്ഷേ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു നോമിനേഷൻ ആയിരുന്നു. 9 കണ്ടസ്റ്റൻസിൽ 7 കണ്ടസ്റ്റൻസും 12ാമത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. എന്തായാലും നോമിനേഷനെ കുറിച്ചാണ് ഇപ്പോൾ ആദിലയും നൂറയും അനുമോളും സംസാരിക്കുന്നത്. അനുമോൾക്ക് ഇത്തവണ 2 വോട്ടുകൾ കിട്ടിയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഉടനെ അനുമോൾ ചോദിക്കുന്നുണ്ട്, എനിക്കെന്താടി ആരും വോട്ട് ചെയ്യാതിരുന്നത്? ഞാൻ കരുതിയത് എല്ലാവരും എന്നെ നോമിനേറ്റ് ചെയ്യും, കുറഞ്ഞത് ഒരു 4 വോട്ടെങ്കിലും എനിക്കുണ്ടാകുമെന്നാണ്. ഉടനെ നൂറ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടല്ല നോമിനേറ്റ് ചെയ്യുന്നത്, അയാളുടെ ടാർഗറ്റ് ഞങ്ങളാണ്. നൂറ ഈ അയാളെന്ന് ഉദ്ദേശിച്ചത് അക്ബറിനെയാണ്. കാരണം അക്ബർ നോമിനേറ്റ് ചെയ്തത് ആദിലയും നൂറയുമാണ്. അയാളുടെ ടാർഗറ്റ് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ടാർഗറ്റ് അക്ബറും. കാരണം ആദിലയും നൂറയും നോമിനേറ്റ് ചെയ്തത് അക്ബറിനെ തന്നെയായിരുന്നു. ഇവരുടെ 2 വോട്ടുകൾ കിട്ടിയത് കൊണ്ട് തന്നെ അക്ബർ നോമിനേഷനിൽ വരുമെന്ന് ഇവർക്കറിയാമായിരുന്നു. ഉടനെ ആദില ചോദിക്കുന്നത്, നമ്മളിനി പെണ്ണുങ്ങളായതുകൊണ്ടായിരിക്കുമോ ഇയാൾ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് അതിനെന്താണ് കുഴപ്പം? നീയല്ലേ പറഞ്ഞത് ഗെയിമിൽ ആൺ പെണ്ണ് എന്ന വ്യത്യാസമില്ല, അങ്ങനെ ജെൻഡർ കാർഡ് ഇറക്കരുത് എന്നൊക്കെ. ഉടനെ ആദില പറയുന്നുണ്ട്, ഞാൻ ജെൻഡർ കാർഡൊന്നും ഇറക്കുന്നില്ല. അക്ബർ ഞങ്ങളെ 2 പേരെയുമാണല്ലോ നോമിനേറ്റ് ചെയ്തത്, ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ടാണോ നോമിനേറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചതെന്ന്. എന്തായാലും ഇവർ 3 പേരിലും നൂറയും അനുമോളും ഇത്തവണ നോമിനേഷനിൽ എത്തിയിട്ടുണ്ട്. ആദിലയ്ക്ക് 1 വോട്ട് മാത്രമാണ് കിട്ടിയത്, അതുകൊണ്ട് ആദില നോമിനേഷനിലില്ല. ആദില നോമിനേഷനിൽ വരാത്തതിന് സത്യം പറഞ്ഞാൽ അക്ബറിന് നല്ല സങ്കടമുണ്ട്. അക്ബറിന് മാത്രമല്ല, നെവീനും സങ്കടമുണ്ട്. കാരണം അക്ബറും നെവീനും പറയുന്നത് ആദിലയും നൂറയും ഒരുമിച്ച് നോമിനേഷനിൽ വന്നാലേ വോട്ട് സ്പ്ലിറ്റ് ആകുകയുള്ളൂ. അതൊരു സത്യമായ കാര്യമാണ്. കൂടാതെ നൂറ നല്ല വീക്കാണ്, ആദില കുറച്ചും കൂടി സ്ട്രോങ് ആണ്. പക്ഷേ നൂറ മാത്രം നോമിനേഷനിൽ വന്നാൽ ആദിലയുടെ വോട്ടും കൂടി നൂറയ്ക്ക് കിട്ടും. അങ്ങനെ നൂറ സേഫ് ആകുകയും ചെയ്യും. വീക്കായ ഒരു പ്ലെയർ ഒരാഴ്ചയും കൂടി ബിഗ് ബോസ് ഹൗസിൽ നിൽക്കും. അങ്ങനെ വരുമ്പോൾ നൂറയ്ക്ക് പകരം എവിക്റ്റായി പോകുന്നത് ചിലപ്പോൾ ഡിസർവിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആയിരിക്കും. വോട്ട് സ്പ്ലിറ്റ് ആവാതിരിക്കണമെങ്കിൽ നൂറയും ആദിലയും നോമിനേഷനിൽ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആദിലയ്ക്ക് 1 വോട്ട് കിട്ടിയത് കൊണ്ട് തന്നെ അക്ബറിൻ്റെ ആ ഒരു പ്ലാനിങ് നടന്നില്ല. അല്ലാതെ ആദിലയും നൂറയും കരുതുന്നത് പോലെ ഇവർ പെൺകുട്ടികളായതുകൊണ്ടാണ് അക്ബർ ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരാണ് ജെൻഡർ കാർഡ് എടുക്കുന്നതെന്ന്. എന്തായാലും ആരൊക്കെയാവാം ഈ 12ാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസിൽ നിന്നും പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.